أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഈ വീഡിയോ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണ്. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ആദ്യമായിട്ട് പറയുകയാണ്. കാരണം അവസാനം വരുമ്പോൾ മറന്നു പോകുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ആദ്യമായിട്ട് ഈ കാര്യം ഞാൻ പറയാൻ പോകുന്നത്. ഞാനിപ്പോഴൊരു ഒരു ദിക്ർ ഇവിടെ പ്രത്യേകിച്ച് ഒരു ദിക്ർ ഇപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ്. അള്ളാഹുവിൻ്റെ ഇസ്മ ഉള്ള ഒരു ഇസ്മാണ് പറയുന്നത്. ആ ഒരു ദിക്ർ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ദിക്റാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നമുക്ക് സൗഭാഗ്യങ്ങൾ ഇങ്ങനെ തരാൻ തീരുമാനിച്ചിരിക്കുന്നു. സൗഭാഗ്യങ്ങൾ ഇങ്ങനെ വരികയാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് സൗഭാഗ്യം, സമ്പൂർണ്ണമായൊരു സൗഭാഗ്യം നമുക്കിതാ വരാൻ പോകുന്നു. അങ്ങനെ സൗഭാഗ്യം വരുമ്പോൾ അവിടെ തടസ്സങ്ങളുണ്ടാകുന്നു. തടസ്സങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ പല രീതിയിലും പല കാരണവശാലും തടസ്സങ്ങൾ മനുഷ്യർക്കുണ്ടാകും. എന്ന് പറഞ്ഞാൽ പരസ്പരം മറ്റൊരാളുമായി ഒരു സ്നേഹിതരുമായി തന്നെ സംസാരിച്ചിരിക്കട്ടെ, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അയാളെ വായിൽ നിന്നും ആവശ്യമില്ലാത്ത ഒരു വാക്ക്, ഒരു ചെറിയ വിരോധം അയാൾക്ക് തോന്നുമ്പോൾ അയാളങ്ങ് പറഞ്ഞു വരും. ആ പറയുന്ന വാക്ക് അത് നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നൊരു വാക്കായിരിക്കും. പക്ഷേ അങ്ങനെ തമാശയായിട്ടായിരിക്കും പറഞ്ഞത്. പക്ഷേ ആ വാക്ക് വളരെ ദോഷം ചെയ്യും. എന്ന് പറഞ്ഞാൽ അയാളെ നാക്കിലും അയാളെ കണ്ണിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഭാഗം ആൾക്കാർക്ക് വിഷം എന്ന് പറയുന്ന ഒരു സാധനം അത് നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ അത് വളരെ കൂടുതൽ നമ്മളെ എഫക്റ്റ് ചെയ്യും. നമുക്കൊരു സൗഭാഗ്യത്തിന് ഒരു തടസ്സം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ആ തടസ്സമൊക്കെ അങ്ങ് മാറുന്നതിന് വേണ്ടി ഉള്ള ഒരു ദിക്ർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വിസ്മരിച്ചുള്ള ഒരു ദിക്ർ നമ്മളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ തടസ്സങ്ങളെയൊക്കെ അങ്ങ് മാറ്റും. ഒരു സമയത്ത് നമ്മൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി സൗഭാഗ്യം നമുക്ക് വരിക. സമ്പത്ത് ഉണ്ടായാലും ശരി, ജോലി ഉണ്ടായാലും ശരി, മറ്റെന്തു ആയിക്കോട്ടെ, സൗഭാഗ്യ സംഭൂർണമായ ഒരു സംവിധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിന് അതാ നൽകാൻ പോകുന്നു. അങ്ങനെ നൽകാൻ പോകുന്ന ഈ സമയം ഇങ്ങനെയുള്ളതായ ചെറിയ ചെറിയ വൈഷമ്യങ്ങൾ, ചെറിയ ചെറിയ മോശമായ രീതികൾ ഇതിൽ വരുമ്പോൾ അതിനൊരു തടസ്സം ഉണ്ടാകുകയും ആ തടസ്സം കാരണം മറ്റ് സൗഭാഗ്യങ്ങൾക്കെല്ലാം താമസം ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ നമ്മൾ ആവർത്തിച്ചങ്ങ് ചെല്ലിയാൽ മതി. കുറച്ച് ദിക്റുകളുണ്ട്. ആ ദിക്ർ ഞാനിവിടെ പറയാൻ പോവുകയാണ്. ആ ദിക്ർ നിങ്ങൾ ചെല്ലണം, ഓരോരുത്തരും ചെല്ലണം, ആവശ്യമുള്ളവരെല്ലാം ചെല്ലണം. ആവശ്യമുള്ളവർ ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് നമുക്കെപ്പോഴും ഇത് പ്രയോജനമുള്ളതാണ്, യാതൊരു സംശയങ്ങളും ഇല്ല, പ്രയോജനം കിട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഈ ദിക്റിലൂടെ ചെല്ലാൻ പോവുകയാണ്. ദിക്ർ എന്ന് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ഹയ്യും യാ ഖയ്യൂം യാ അല്ലാഹ് യാ ഹയ്യും യാ ഖയ്യൂം യാ അല്ലാഹ് യാ ഹയ്യും യാ ഖയ്യൂം യാ അല്ലാഹ്. ഇതൊരു 333 പ്രാവശ്യം നിങ്ങൾ നിർബന്ധമായി ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്തരം ഒരു തടസ്സങ്ങളും നമ്മളിലേക്ക് വരികയില്ല. 313 പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഇതങ്ങ് ചെല്ലണം നിർബന്ധമായിട്ട്. ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ തടസ്സങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയും നിങ്ങൾക്ക് അതാ തരാൻ പോകുന്ന ഹൈറുണ്ടല്ലോ, അഥവാ ബർക്കത്തുണ്ടല്ലോ, അഥവാ നിഅമത്തുണ്ടല്ലോ, അത് നിങ്ങളിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ദിക്റിലെല്ലാം നിങ്ങൾ മടിക്കരുത്. 313 പ്രാവശ്യം നിങ്ങൾ ഈ ദിക്ർ ചെല്ലണം. ഈ ദിക്ർ ചെല്ലുന്നതിന് ഏതാണ്ട് ഒരു അരമണിക്കൂർ സമയം മതി. അരമണിക്കൂർ സമയം കൊണ്ട് ഈ ദിക്ർ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയും. ഈ സമയങ്ങൾ വിട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ദിക്റുകൾ പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം നിങ്ങൾക്ക് ഈ ദിക്റുകൾ ചെല്ലാവുന്നതാണ്. എത്രത്തോളം ചെല്ലുന്നത് അത്രത്തോളം നമുക്ക് നല്ലതാണ്. നല്ല ഗുണങ്ങൾ നമ്മളെ ഭവനത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകുകയും ചെയ്യും. തൽക്കാലം ഇപ്പോൾ ഞാൻ നിർത്തുന്നു.
ഈ ദിക്ർ ചെല്ലുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണ കൊണ്ട് എനിക്ക് പുറത്തു തരികയും ചെയ്യണേ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.